ജോയും ദീപയും ഒക്കെ ഇവിടെയുണ്ടെങ്കിലും മലബാറും തിരുവിതാംകൂറും എന്ന് പറയുന്ന രണ്ട് മേഖലകളുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസത്തിന് എല്ലാവിധ പ്രോത്സാഹനവും രാജഭരണകൂടവും രാജ്ഞിയുമൊക്കെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്ന കാലത്ത് ഇവിടെ അങ്ങനെ ചെയ്യാൻ തയ്യാറുണ്ടായിരുന്നുവെങ്കിൽ പോലും ആ വിദ്യാഭ്യാസത്തിലേക്ക് അടുക്കാതെ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ തുടർച്ച അല്ലെങ്കിൽ അതങ്ങനെ മുന്നോട്ട് പോകുന്ന കാരണങ്ങളെ കൊണ്ട് ഏറ്റവും പുറകോട്ട് പോയി വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഘടകമായ 10ാം ക്ലാസ്സിൽ പോലും ഏറ്റവും പിറകെ നിന്നുകൊണ്ട് റിസൾട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ഈ സംസ്ഥാനത്തെ ഏറ്റവും പിറകിൽ നിന്നിരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഇവിടെ മുൻ ചീഫ് സെക്രട്ടറി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നേരത്തെ എന്നോട് പറയുകയാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന്. അത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. ഇനി സംസ്ഥാനത്ത് വിദ്യാഭ്യാസപരമായി കരിയർ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ, സ്കിൽ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ, സ്റ്റാർട്ടപ്പിന്റെ മേഖലകളിൽ ഇനിതാ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലങ്ങളിലുള്ള പ്രിയപ്പെട്ട മക്കൾ ഗവേഷണം നടത്തി അതിന് അവാർഡ് വാങ്ങുന്ന ഈ സന്ദർഭം വരെ എത്തി നിൽക്കുന്നു ഞങ്ങൾ എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ അഭിസംബോധന ചെയ്യുന്നത്.